യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലൊരു അവസരം തന്നതായ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ ഈ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രകൃതിയിലെ ചുറ്റുപാടുകളിൽ ആനന്ദം കണ്ടെത്തണം. ഞാൻ അതോടെ പറയുകയാണ്, പ്രകൃതിയിലെ ചുറ്റുപാടുകളിൽ ആനന്ദം കണ്ടെത്തണം. ഇതിൻ്റെ ബൈബിൾ വാക്യം നമുക്ക് നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യമാണ്. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രവും എന്നും പേരിട്ടു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു സന്ദേശമാണെന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ദൈവനാമം ഓർപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, പിതാവും പുത്രനും ലോക സൃഷ്ടിപ്പിൻ്റെ പൂർത്തീകരണത്തിലെ അതിശക്തവും അത്ഭുതവുമായ ഒരു പ്രവൃത്തിയിൽ അവർ ഏർപ്പെട്ടു. നമുക്കേവർക്കും അറിയാം, പിതാവ് പുത്രനും അത്ഭുതകരമായ ഒരു പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ആ പ്രവൃത്തിയിൽ അവർ ഏർപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, സ്രഷ്ടാവിൻ്റെ കരത്തിൽ നിന്ന് ഭൂമി അത്യന്തം മനോഹരതയോടെ അത് പുറപ്പെട്ടു വന്നു. മനോഹരമായ രീതിയിൽ ഭൂമിയെ അവർ സൃഷ്ടിച്ചുണ്ടാക്കി. ഏറ്റവും മനോഹരമായ രീതിയിൽ സ്രഷ്ടാവിൻ്റെ കരത്തിൽ നിന്ന് ആ ഭൂമി അത്യന്തം മനോഹരമായിരിക്കുക എന്ന് പറയുവാൻ കാരണം, ഇത് മനുഷ്യരാശികളായ നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, പർവ്വതങ്ങളും കുന്നുകളും സമതലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മനോഹരമായ പൂക്കൾ, അതുപോലെ മനോഹരമായ തോട്ടങ്ങൾ, വൃക്ഷ ജലാനദികൾ, മനോഹരമായ സമുദ്രം, നദി, കളകള ഒഴുകുന്ന ചെറിയ ചെറിയ തോടുകൾ, അങ്ങനെ വിപുലമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ, മനുഷ്യന് വാസയോഗ്യമായ രീതിയിൽ ദൈവവും തൻ്റെ പുത്രനും സൃഷ്ടിക്കപ്പെട്ടു. അതും അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയ ദൈവജനമേ, ഇവിടെ ഇടയിൽ അവിടെ മനുഷ്യനെ സന്തോഷിപ്പിക്കുവാനും മനുഷ്യനെ ചിന്തിപ്പിക്കുവാനും ദൈവത്തെ ഓർക്കുവാനുമുള്ള ധാരാളം മനോഹരമായ ഉറവിടങ്ങൾ ഈ സൃഷ്ടിപ്പിൽ ദൈവം സ്ഥാപിച്ചു എന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അതിൻ്റെ ഉപരിതലം, വാസ്തവത്തിൽ ഭൂമി മറ്റു കാര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉപരിതലം മലകളും കുന്നുകളും കൊണ്ട് വൈവിധ്യം നിറഞ്ഞിരുന്നു. അത്ര മനോഹരമായിരുന്നു. മാത്രമല്ല, ഭൂമി അതിവിശാലമായ ഒരു സമതലമായിരുന്നില്ല. കാരണം അതിൻ്റെ ഉപരിതലം മലകളും കുന്നുകളും കൊണ്ട് വൈവിധ്യം നിറഞ്ഞിരുന്നു എന്നുള്ളതും അവ ഏറെ ഉയർന്നതും പരുക്കനുമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം സാത്താൻ്റെ മനുഷ്യരാശിയെ വഞ്ചിക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ അവസ്ഥ ഏറ്റവും വിപുലവും മനോഹരമായിരുന്നു. ഇവിടെ സമീകൃതവും ഭംഗിയുള്ളവയുമായിരുന്നു ഭൂമി. ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നത്തെ ഭൂമി. ഒരു പക്ഷേ സമീകൃതവും രൂപഭംഗിയുള്ളവയും അവയ്ക്ക് മുകളിൽ മുട്ടയായ പാറകൾ കാണപ്പെട്ടിരുന്നു. ഇന്നത്തെ പോലെ പാറക്കെട്ടുകൾ കാണാൻ കഴിയുന്നു. കാരണം അതെല്ലാം ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ അസ്ഥി എന്ന വിധം അവ ഉപരിതലത്തിന് താഴെയായി കിടന്നിരുന്നു. അത്രമാത്രം മനോഹരമായ രീതിയിൽ ഒരു ഭൂമിയെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മനോഹരമായ ഒരു ഏദൻ തോട്ടം, മനോഹരമായ ഒരു പൂങ്കാവനം ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം നൽകിയത് മനുഷ്യൻ്റെ സന്തോഷത്തിനും മനുഷ്യൻ്റെ സമാധാനത്തിനും ഉപരി
ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു. മാത്രം ജലാശയങ്ങൾ ക്രമമായി അങ്ങിങ്ങ് കാണപ്പെട്ടു. ജലാശയം അങ്ങായി കാണപ്പെടുകയും കുന്നുകളും മലകളും സുന്ദരമായ സമതലങ്ങളും ചെടികളും പൂക്കളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു ഭൂമി. ഇപ്പം മനോഹരമായ ആ രീതി എത്രമാത്രം വർണ്ണിച്ചാലും ഒരു തൂലികയ്ക്കും എഴുതി പിടിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വർണ്ണാഭമായിട്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചെന്നുള്ളതാണ്. ഭൂമിയുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞു. ജന്തുക്കളെയും ഒക്കെയും ഉളവാക്കിയ ശേഷം പിതാവും പുത്രനും ഇപ്രകാരം പറഞ്ഞു. അവരുടെ ഉദ്ദേശം നടപ്പിലാക്കി. ആ ഉദ്ദേശം അവരുടെ പദ്ധതി സാത്താന്റെ പതനത്തിന് മുമ്പേ ആവിഷ്കരിച്ചതായിരുന്നു. അപ്പൊ സാത്താൻ പാപമംഗലമായ അവസ്ഥകൾ ഭൂമിയിൽ കൊണ്ടുവരുന്ന മുമ്പ് തന്നെ പിതാവും പുത്രനും ആവിഷ്കരിച്ച ഒരു മഹാപദ്ധതിയാണ് വേദപുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവരൊരുമിച്ച് സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നായിരുന്നു ആ വലിയ പദ്ധതി. സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് ഭൂമിയുടെ അതിലെ സകല ജീവജാല സൃഷ്ടിപ്പിൽ പങ്കുചേർന്നു. പിതാവ് ഇപ്പോൾ പുത്രനോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. നമ്മൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ എല്ലാവിധമായ അനുഗ്രഹങ്ങള്, ഫലപുഷ്ടമായ ഭൂമി, വർണ്ണാഭമായ സ്ഥലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ ഉണ്ടാക്കുന്നു. ആ മനുഷ്യൻ അതിൽ പാർക്കുവാനും അവൻ സന്തോഷമായി ജീവിക്കുവാനുമാണ് ദൈവം ചെയ്തത്. അപ്പോൾ സ്രഷ്ടാവിൻ്റെ കരത്തിൽ നിന്ന് ആദാം ഉളവായി വന്നപ്പോൾ അവന് കുലീനത്വമുള്ള പൊക്കവും മനോഹരമായ ശരീരഘടനയും പൊക്കവും കൃത്യമായി യോജിച്ചു. അനുപാതികമായ രീതിയിൽ ആരെയും ആകർഷിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ശേഷം ആദാമിനെയും നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇന്നത്തെ കാണുന്ന മനുഷ്യനേക്കാൾ 2 ഇരട്ടിയോളം ഉയരമുള്ള ഒരു മനുഷ്യനെ, ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുരുഷനെ ദൈവം വാർത്തെടുക്കുകയാണ്. ഹവ്വായും സൃഷ്ടിച്ചപ്പോൾ ആദാമിനോളം പൊക്കമില്ല എങ്കിലും തൻ്റെ തോളിൽ നിന്ന് അല്പക്കൂടെ ഉയരമുള്ളതായ തൻ്റെ ഭാര്യയായ ഹവ്വായും സൃഷ്ടിച്ചു. മനോഹാരിതമായ ആ നിമിഷങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മെ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ മനോഹരമായ പൂങ്കാവനം, മനോഹരമായ ഭൂമിയെ, അല്ലെങ്കിൽ ഏദൻ പർദീസയെ നമ്മളിലൂടെ ഒരു പൂങ്കാവനമാക്കി തീർക്കുക എന്നുള്ളതാണ്. അതാണ് പ്രകൃതിയിലെ ചുറ്റുപാടുകളിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. നാം എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ഭാവി. അല്ല, ദൈവിഷ്ടപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ നാട്, നമ്മുടെ ഭൂമി ഒരു പൂങ്കാവനമായി തീരും. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം സൃഷ്ടിച്ചത്, എന്നിരുന്നാലും അവർക്കായി അതിവിശേഷമായ തോട്ടം നിർമ്മിച്ചത് കൊണ്ട് ദൈവം അവരോടുള്ളതായ വലിയ സ്നേഹം വെളിപ്പെടുത്തി. നമുക്ക് വേണ്ടി ദൈവം ലോകം സൃഷ്ടിച്ചു. ആ ദൈവസ്നേഹം നമ്മളോട് പ്രകടമാക്കി. ആ സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ ഇന്ന് പൽക്കാലം നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, മനോഹരമായ ഈ നല്ല പ്രഭാതത്തിൽ പ്രേക്ഷകരായ അവിടുത്തെ മക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയിലെ ചുറ്റുപാടിൽ ആനന്ദം കണ്ടെത്തുവാൻ ദൈവമക്കളാൽ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് സന്തോഷിക്കുവാനും വിലമതിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും ഈ ഭൂമി ഞങ്ങൾക്ക് ദാനമായി നൽകി. അതിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഓർക്കുവാനും ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.